காலையில என்ன விளையாட்டு காட்டுறாங்க, எப்படி எல்லாம் சோதிக்கிறாங்க. என்ன வெயில் செம்ம சூடாக இருக்கிறோம். ஏசி வாங்கி வச்சு ஒன்றும் பயதான் இல்லை, ஏதோ சூடாக தான் இருக்கிறோம். என்ன இந்த ஏசி வேலை பார்க்குற மெக்கானிக் ஃபோன் அடிச்சு கொடுப்போம், என்ன சொல்கிறாரு அப்படின்னு. மட்டும் ஏன் இப்படி எல்லாம் நடக்கிறது? ஹலோ ஹலோ ചേട്ടാ, ഇവിടെ நம்ம ஏசி சரியாக ஒர்க் பண்ணிடல ചേട്ടാ. நான் இப்போ வரேன். நம்ம வந்து பார்த்துட்டு சொல்லலாம். இப்போ ஏசி ஓடுது, ஆனால் ஒரு வீடு ரொம்ப சூடாக இருக்குது. எவ்வளோ எவ்வளோ வந்து நோக்கு. ഓക്കെ എന്ത് പറ്റിയാണ എന്ത് പറ്റി? ഇവിടെ ஏசி ஓடி ஆனால் கூல் வந்தில்ல. കൂളിംഗ് വരുന്നില്ല. ஏசி உண்டு ஆனால் கூலிங் வந்தில்ல. റിമോട്ട് കൂടെ റിമോട്ട് എങ്ങനെ വെച്ചാ? அண்ணே ரிமோட் இப்படி போடாது. இது நமக்கு ஒரு ஸ்டாண்ட் இருக்கு, நம்மள கம்பெனி தான் ஒரு ஸ்டாண்ட் கொடுத்துருக்கு, அதுதான் போடணும். அதுல இங்க ஸ்டாண்ட் வச்சிருக்கேன் இல்லையா, ഇതിൽ തന്നെ നമ്മൾ ഇത് ഫിറ്റ് பண்ணணும். എന്നാലേ നമ്മൾ എപ്പോ നോക്കിയാലും അത് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇത് കൂൾ മോഡിൽ വെക്കണം. ഇപ്പോൾ വെച്ചിരിക്കുന്ന ഫാൻ മോഡിലാണ്, അതാണ് കൂളിംഗ് കിട്ടാതെ. കൂൾ മോഡിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ஏசியில் கூலிங் வரത്തുള്ളൂ. இப்போ 18 வச்சா நம்மளுக்கு நல்ல கூலு கிட்டும். 18 വെച്ചാൽ കൂളിംഗ് നല്ല കിടക്കും, എന്നാ ബില്ല് പെരുസാ കിടക്കും. பறஞ்சு விட்டால நான் எனக்கு சரியா வரும். அண்ணா கூൾ മോഡി വെച്ചിട്ട് നമ്മൾ 24 വെച്ചാൽ പോതും. ടെമ്പറേച്ചറിന് ബോഡിക്ക് 24 தான் ബെറ്റർ. അപ്പോൾ ഇൻഡോറും ഔട്ട്ഡോറും കറക്റ്റായി വർക്ക് ചെയ്യും, നമ്മൾ ടെമ്പറേച്ചർ കറക്റ്റ് ക്ലിയർ ചെയ്യും. നമ്മൾ 18 വെച്ചാൽ നമുക്ക് ഔട്ട്ഡോർ കണ്ടിന്യൂ ഓടിട്ടില്ല, അപ്പോൾ കട്ട് ഓഫ് ആവാതെ ഔട്ട്ഡോർ ഓഫ് ആവാതെ. അപ്പൊ കൂളിംഗ് അധികമായി കിടക്കുവേ, എന്നാ ബില്ല് പെരുസായി വരുവേ. അപ്പൊ നമ്മൾ 24 தான் കീപ്പ് ചെയ്യണം. 24 മതി. ஓகே தேங்க்யூ. ஓகே தேங்க்யூ. இந்த வீடியோ பார்க்குற எல்லாரும் இந்த மாதிரி பண்ணிയാൽ நம்ம റൂമില് അല്ലെങ്കിൽ നമ്മളെ കറണ്ട് ബില്ല് എല്ലാം ക്ലിയർ ആയി നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് AC എപ്പോൾ യൂസ് ചെയ്താലും 23, 24 യൂസ് ചെയ്യുക, കൂൾ മോഡ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായ ഒരു ടെമ്പറേച്ചർ റൂമിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അല്ല 18 ഇട്ടാൽ നമുക്ക് ശരിയാവാൻ വരാതെ കറണ്ട് ബില്ല് അധികം മട്ടും വരുവേ.